ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പരിപ്പും വെള്ളരിയും ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ട് എല്ലാം ഇതേപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെള്ളരി ഇതാ ഉള്ളീൻ്റെ തക്കാളീൻ്റെ അടിയിലാണെന്നുള്ളത്. അപ്പം കാണുന്നില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് കാണിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതാ അത് കുറച്ച് അതുപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചുവന്ന പരിപ്പാണ് കേട്ടോ ആക്കൽ, മഞ്ഞപ്പരിപ്പ് അങ്ങനെ വാങ്ങലില്ല, ചുവന്ന പരിപ്പ് തന്നെയാണ് കേട്ടോ ആക്കൽ. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ വെള്ളരി, പിന്നെ ഇതാ പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അതിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുക്കറിലാണ് ഇട്ട് ആക്കുന്നത്, എന്നാൽ വേവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ആക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ പരിപ്പും വെള്ളരിയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇല്ലേ, അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിലേക്കൊന്ന് കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തേനെ. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ആ വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായാൽ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വെളുത്തുള്ളി നല്ലോണം ഒന്ന് ചതക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ കായ്മുളകില്ലേ, അതുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് നേരെ നമ്മളെ ഈ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കൊരു മൂടി കൊണ്ട് അടച്ചു വെക്കാം കേട്ടോ. നമ്മൾ പിന്നെ കഴിക്കുന്ന സമയത്ത് തുറന്നാൽ മതി. അപ്പോൾ നമ്മളെ അടിപൊളി പരിപ്പും വെള്ളരിയും ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് കറി വെച്ചതാണ്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും. വലിയ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. കായ്മുളകെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ. അപ്പം കായ്മുളകെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല എരിവെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ അതൊന്നും ഇട്ടിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇന്നാറ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ മോനിക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിനി. നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് സാധനം. ഇത് നമുക്ക് കുട്ടികൾക്ക് ഒറ്റക്കന്നെ കൈമ കൊടുത്തിട്ട് അവർക്ക് ഒറ്റക്കന്നെ കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിയതാണ്. അപ്പം നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പം ആ ഒരു പേജിൽ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അവരെ ആ പേജിൻ്റെ നെയിമും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ആവശ്യമുള്ളവരെന്തായാലും പോയിട്ട് അവരെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.